സ്റ്റീവിനിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് കളിക്കാൻ പോകുന്നത് ഫിയർ ടു ഫാദം അയംബാർക്ക് ലുക്കൗട്ട് എന്ന് പറയുന്ന ഗെയിമാണ്. ഇതൊരു ഹൊറർ ഗെയിമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഹൊറർ എന്ന് പറയാൻ പറ്റത്തില്ല, ഹൊറർ തന്നെയാണ്. അപ്പോൾ ഈ ഗെയിം കുറേ എപ്പിസോഡുണ്ട്. അതിലൊരു 4ാമത്തെ എപ്പിസോഡാണിത്. ഇതിലെ 3 എപ്പിസോഡ് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യം കളിക്കുന്നത്. അതിലെ ബാക്കി എപ്പിസോഡ് ഞാൻ ഇടുന്നതായിരിക്കും. എന്തായാലും ആദ്യം നമുക്ക് അയൻബാർക്ക് ലുക്കൗട്ട് കളിക്കാം. ഓക്കെ, ന്യൂ ഗെയിം തന്നെ കൊടുക്കാം. അയൻബാർക്ക് ലുക്കൗട്ട്, May 12. Hey, I noticed you were requesting story submission while I was watching a YouTuber play Fear to Fathom Carson House. I am about to recount what happened when I was 24 or so at the time. It feels weird or kind of weird telling anyone about this because the bizarre and absurd nature of the whole thing. ഇയാൾക്ക് 24 വയസ്സുണ്ടായിരുന്നപ്പോൾ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബട്ട് I feel like doing so much to help me process my memories of it. ഇയാൾ ആ മെമ്മറീസ് ഇവിടെ പറഞ്ഞാൽ ഇയാൾക്കൊരു ആശ്വാസം തോന്നുന്നു. I knew that sharing this story anywhere else would be a dumb idea because people will say I am lying. എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ ആൾക്കാരുടെ ഈ സ്റ്റോറി പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഞാൻ കള്ളം പറയണം. അപ്പോൾ ഈ ഗെയിമിന് ഈ സ്റ്റോറിയാണെന്ന് തോന്നുന്നു ഈ ഗെയിം. ഓക്കെ, I am writing this was the scariest experience of my life. ഓക്കെ, എന്താ ഇയാളെ ജീവിതത്തിൽ നടന്ന ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു സംഭവം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, I am Jack Nelson. Had a small job as a park ranger in a state park. I was a fire lookout stationed in one of the largest forests in the Pacific Northwest. നീ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഫയർ ലുക്കൗട്ടാണ് ഇയാൾ ഒരു ഫോറസ്റ്റിൽ. Miles and miles of the dense forest managed by the Forestry Service. Oh, okay. You're a fire police and I had salary that allowed me to make ends meet. I couldn't afford to treat myself at the restaurants, nightclubs, etc. My biggest accomplishment was to buy an RV myself with a lot of financial help from my dad. That RV was the only sense of home I had at the time. This one time from one post to another because some official I was transferred എന്ന് പറഞ്ഞാൽ ഇയാൾ വേറൊരു പോസ്റ്റിലേക്ക് പോയി ഒരു സർക്കംസ്റ്റൻസിൽ. ഓക്കെ, സോറി, ഞാൻ ഒരു സ്ഥലത്ത് വരെ പോയിരുന്നു. ഓക്കെ, തീർന്നു. അയ്യോ, ഇനി മ്യൂസിക് കേൾക്കാം. ഭയങ്കര സെൻസിറ്റീവ് കൂടുതൽ. ഓ, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അയ്യോ, ഭയങ്കര പാട് ഡ്രൈവ് ചെയ്യാൻ. ഓക്കെ, ഭയങ്കര സെൻസിറ്റിവിറ്റി കൂടെ. I lived a solitary life. It helps my mind, quiet my mind, keeps the memories at bay. പാട്ടൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, നല്ല വൈബുണ്ട്, നല്ല രസമുണ്ട്, നല്ല റോഡ്, 25 സ്പീഡ് പോകണം. ഞാൻ പിന്നെ എന്തിനാ ഇത്രയും പതുക്കെ പോകണം?
ഓക്കെ, ഞാൻ ഡ്രൈവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഈ ഐ ഫീൽ ലൈക്ക് ഐ വാസ് ഹോം ഇൻ ദ വിറ്റ്സ്. ഇയാൾക്ക് ഈ ഫോറസ്റ്റിൽ താമസിക്കുമ്പോൾ ഇയാൾക്ക് ഇയാളെ ഹോമിലുള്ള പോലെ. നെൽസൺ കയ്യ മെസ്സേജ് എസ്കേപ്പ്. ഓക്കെ, ഐ കുഡൻ റിയലി യൂസ്. ഞങ്ങൾ മെസ്സേജ് അയക്കും. ഓക്കെ, ഓ ഇയാൾ കയ്യിലാന്ന് പറയുന്ന ഒരാൾ നമുക്ക് മെസ്സേജ് അയക്കുകയാണ്. എന്തിന് That's just how it go. I know you miss me. It's history. It's all like home, and my whole body work like clockwork. It's all habit. I just come to you and fall back. All sad and then like sad and you shine. Nice part. Yet I need you. And the sky's getting shy. Yet I feel you. Real dumb, real stupid. That's our life. Caught up in the pictures and the movies. It sounds right. ഇത് ഡ്രൈവിംഗ് മാത്രമേ ഉള്ളൂ ഈ. ആ വീടൊക്കെ എത്തി. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇത് ഫോറസ്റ്റ് ഒന്നും അല്ലല്ലോ. ഓ ഞങ്ങൾ ഇതിനകത്ത് കയറണം. Walking only got no home, is feeling like a ghost. She don't feel me anymore, she says I'm never home. I got no lights on, I'm slumped in my chair again. She never come home, she never will feel me again. I cannot differentiate your day since 2016. And it just pains me, babe, I hate to see that you miss me. Because the weather's cold and I'm knowing life is fast. And you know I got you. Okay. Oh, nice. Oh. വണ്ടി ഒന്ന് ഓഫ് ചെയ്യണ്ട. ഡിന്നർ കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ. കൊള്ളാം കണ്ട, നല്ല വൈബ് വരുന്നുണ്ട്. ഈ തുറന്നു, ഞാൻ ഡോർ തുറന്നു. വെൽക്കം ടു ഡിന്നർ. ഹൗ ആർ യു ഗോയിങ് ടുഡേ? ഗുഡ്. എനിക്ക് ഓപ്ഷൻ നോട്ട് ടു ബാഡ്. ഞാൻ പറഞ്ഞു feel free to take any seats you like. I will ride with you. Alright, thank you. നല്ലതാണ്. നമുക്ക് സീറ്റ് എടുക്കാം ഇവിടുത്തെ. Good evening. I am Barbara. Are you ready to order? Yes. What can I get for you today? Grilled ഏറ്റവും വലിയതിനെ ഉണ്ട്. Coffee. Perfect. Anything else? Zero. എനിക്ക് മതി. Sound good. Appreciate it. Nice vibe. I will say before it. നല്ലതാ നല്ല പിച്ച. നമുക്ക് കാണാം. ഐ റിയലി ഹാഡ് ടു. ഓ, നമ്മൾ പീ ചെയ്യണമെന്നാണ് പറയണത്. ഓടാ, ഇവനിപ്പം തന്നെ മൂത്രയിക്കും. ബാത്റൂം ഞാൻ കണ്ടു. കഥ ഒന്നും നടക്കില്ല കേട്ടോ. ഫ്ലഷ് ചെയ്തു. മോഹല്ല, നമ്മളെ മോഹല്ല സെറ്റ്. ഫുഡ് എവിടെ നമ്മള്? ഇയാൾ സംസാരിക്കാൻ പറ്റുമോ? ലോങ് ഡേ ഡ്രൈവിംഗ്. വേറെ I'm heading in the north Meghalaya. What about you? So is it true? Whatever they say happened to those kids the other day. എന്താണ് സംഭവിച്ചത്? വാട്ട് പറഞ്ഞൂടല്ലോ. എണീറ്റ് പോ. മനസ്സിലായല്ലോ. ഇയാളോട് സംസാരിച്ചു നോക്കാം.
lost. Where are you headed? That's right, I didn't know this still is. Where can I? Yes, but enjoy that. Blah blah blah. Food എവിടെയാണ് നമ്മളെ ഫുഡ് വന്നില്ല. ഇരിക്കുമ്പോഴാണ് കേട്ടോ ഭയങ്കര പാട് മൂവ്മെന്റ് ചെയ്യാൻ. ഭയങ്കര ഭയങ്കര ഫാസ്റ്റ് കേട്ടോ. ഞങ്ങളെ ഫുഡ് എവിടെ വന്നില്ല. ഓ നാളെ ഫുഡ് വന്നു. തിന്നാൻ പറ്റില്ല. ഇതെന്താ ഓക്കെ ഓക്കെ എന്തൊക്കെയാ പറയുന്നു. പെട്ടെന്ന് തിന്നു ബ്രോ, പെട്ടെന്ന് തിന്നു. നെൽസൺ മെസ്സേജ് ഞങ്ങൾ പറയണം. ഈ കേൾക്കട്ടെ ആവശ്യമില്ല. സ്റ്റാർബക്സ് ആണ്. ഓക്കെ Yes, how is I'm sending a bit. എന്താണ്? That was great. Okay, thanks. കിട്ടുന്ന ഫുഡാണെന്ന് നിങ്ങൾ പറഞ്ഞു. പൊളി ഫുഡ്. കിട്ടുന്ന ഫുഡാണെന്ന് ഞാൻ പറയും. നൈസ് ഫുഡ്. ഞങ്ങൾ ബില്ലെടുത്തോണ്ട് വരാൻ പറഞ്ഞു. നല്ല മ്യൂസിക്. ഹിയർ സ്റ്റിക്ക് $6 ആയി. ഞാൻ 50% ഇപ്പം കൊടുക്കും. നമുക്കല്ലല്ലോ, ഞങ്ങളെ നല്ലൊരു പൈസ വേണം ഇവൻ്റെ അല്ലേ. ഓക്കെ, നമുക്കിനി വെളിയിൽ പോവാം. നമുക്കിനി തിരിച്ച് ഡ്രൈവിലായിരിക്കും. ഓ എന്താണ് മുകളിൽ പക്ഷികളൊന്നുമില്ല, പക്ഷെ പക്ഷികളുടെ ഷാഡമാണ്. നൈസാണ്. ഓടാൻ പറ്റൂല. കൺട്രോൾ എടുത്താലേ ഓടാൻ പറ്റും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി She's always acting like it's me or my habits. Maybe she's right, I'm guessing. Her eyes so divine, so I can't second guess it. Just psycho, but my hoe, I like that. Real simple. ഇവിടെ എവിടെയാണ്? ഓ ഓണായി. ഓക്കെ, ബൈ ബൈ ഡിന്നർ. ഇടിക്കടി. ആ അങ്ങനെ തിരിച്ച് ഞങ്ങൾ റോഡിലേക്ക് പോകുന്നു. ഓക്കെ, ഇനി ഇങ്ങനെ വീണ്ടും ബോറിംഗ് ഡ്രൈവ് കൊള്ളാം. കട്ട് സീൻ വല്ലാണ്. എന്താണ് 8:02 PM ആയി. രാത്രിയായി. അയ്യോ, രാത്രിയായാലാണ് കുഴപ്പം. I went to include the location of this one.
അവൻ്റെ പാറ അവൻ നിൽക്കുന്ന സ്ഥലം നോക്കിക്കൊണ്ട് ഇടവാൻ്റെ എനിമിച്ചിരിക്കുന്ന അവിടെ അതാണ് ഉദ്ദേശിച്ചത്. നീ മനസ്സിലായി? എവിടെ ഓ ഇവിടെ എവിടെയാണ് അവിടെ? ഇത് എന്നതാ ബോർഡ് കണ്ടിട്ട് എനിക്ക് കാണാൻ പറ്റും. നൈസ്. ഓക്കേ, സ്ഥലത്തിരിക്കുന്നു. ഇതാണെന്ന് നമ്മൾ വീട്. സെറ്റ് വീടാണ്. തുറക്ക്. ആരുമില്ല. അമ്മേ, സത്യത്തിൽ ഗൈസ് പേടിച്ചു കേട്ടോ. ഞാൻ ഭയങ്കര പേടിച്ചു. മ്യൂസിക് മാറി പെട്ടെന്ന്. ഓ എന്താ പോ എനിക്ക് കേൾക്കുന്നുണ്ട്. ഇവ ഇങ്ങനെ വന്ന ആൾക്കാരെ പേടിപ്പിച്ച എങ്ങനെയാണ് ഇവിടെ തന്നെ താമസിക്കാൻ പോണേ? ഇവിടെയാണോ താമസിക്കുന്നത്? ഇവിടെ ബെഡൊന്നുമില്ല. ഓക്കെ, ഞാൻ എവിടെ പോണ്? അറ്റ് ഫയർ ടവർ 11 അവിടെ പോണോ? കീസ് അവിടെയാണ് എൻ്റെ പേര്. ഓക്കെ, ഞാൻ എടുത്ത് ടവർ കീ കിട്ടി എനിക്ക്. നൈസ്. ലെറ്റ് മീ ഓപ്പൺ ദ ട്രയൽ ഗേറ്റ് ഫോർ യു. നീ പോയി നിന്നെ ജോലി പേടിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ. ഞാൻ നടന്നു പോകുന്നു. ഓക്കെ, ഓ എനിക്ക് നടന്നു പോകണം കേട്ടോ. നടന്നു പോകണം. എനിക്ക് വണ്ടി പോകത്തില്ല ഇനി. ഇവൻ ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റ് ഇട്ട് എനിക്ക്. നൈസ്. Don't travel any further than പോടായി. നിങ്ങളെ ബാഗ് നമുക്ക് എടുക്കാം. ഇത് സ്ട്രേഞ്ച് സ്കൈ മീ ബട്ട് ഈ ലുക്ക് ഡെഡ് സീരിയസ്. പേടിപ്പിക്കാൻ നോക്കിയെങ്കിൽ അയാൾ സീരിയസ് ആയിരുന്നു. നമുക്ക് എഫ് അടിക്കണം. ഓക്കേ, ഞാൻ നടന്നുകൊണ്ടിരിക്കുക. ഓക്കേ, അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ എന്താണ് സംഭവിച്ചത്? ആർക്കും അറിഞ്ഞൂടാ. എന്താണിപ്പോൾ? ഇനിയിപ്പോൾ എന്താണ്? എനിക്കറിഞ്ഞൂടാ കേട്ടോ. തീർന്നു. വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കാം. 11:32. ഓ 11:30 മണി ആയി. ഓക്കെ, ഏത് സ്ഥലത്തെത്തി? ടവർ 11. ഞങ്ങളവിടെയാണ്. ഇത്രയും നേരം എടുത്താണ് നമ്മൾ. നമുക്ക് ഓടിപ്പോ. മ്യൂസിക്കാണ്.
യെസ്, ലിവിങ് ഇൻ പാരഡൈസ് ആണ്. എത്തി നിങ്ങൾ. ഓക്കെ, ഇതാണ് നിങ്ങൾ വീട്ടിൽ മുകളിൽ പോണായിരിക്കും. ഹൈ, എൻ്റെ സൗണ്ട് കേൾക്കാം. അയ്യോ അയ്യോ, എന്താണെന്ന് മനസ്സിലായില്ല. ഒട്ടും മനസ്സിലായില്ല. എന്നാലും നമുക്ക് പോവാം. നല്ല വീട്, നൈസ് നൈസ് ഹൗസ്. നൈസിൻ്റെ അതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇത്രയും വലുതാടെ. ഓടിപ്പോ ഓടിപ്പോ ഓടിപ്പോ. തുറന്നു. ജനറേറ്റർ പോയി ഓണാക്കാൻ താഴെയാണ്. അതായിരിക്കും ജനറേറ്റർ. ഇതെങ്ങനെ ഓണാക്കണം? യെസ്, ജനറേറ്റർ ഓണായി. ഇപ്പോൾ ലൈറ്റൊക്കെ ഒന്നാണ്. നൈസായി. എനിക്കിനി ഫ്ലാഷ് ലൈറ്റിൻ്റെ ആവശ്യമുണ്ടല്ലോ. അയ്യോ, ഇരുട്ടായി ഇരുട്ടായി. യാസ്, ഫ്ലാഷ് ലൈറ്റ് ജിയല്ലേ. ഇപ്പോൾ ഫ്ലാഷ് ലൈറ്റും പോ. ഓക്കെ, നൈസ്. ഓക്കെ, യെസ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ. ഇതിൻ്റെ പാർട്ട് 2 വെച്ച് ഞാൻ വരും. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ അതുവരെ സി യു, ബൈ. ഇത് കാണാൻ നല്ല ഗെയിമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുവരെ ബൈ ബൈ.